ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചി തേവര പാലത്തിൽ നിന്ന് ഒരു അപകടം ഉണ്ടായി. അപ്പോൾ അത് വളരെ ആ ഡ്രൈവറുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ആ ഡ്രൈവർ രക്ഷപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ കൂടി വന്ന ടാങ്കർ ലോറി ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ലോറിയുടെ സൈഡ് ഈ ലോറിയുടെ ഫ്രണ്ട് സൈഡിന് തട്ടി. അപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. എന്തോ ഭാഗ്യം കൊണ്ട് വണ്ടി കായലിൽ ചാടിയില്ല. വണ്ടി ആ പാലത്ത് തൂങ്ങി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ആ പാലം ഇടിച്ച് തകർത്ത് കൈവരി തകർത്തിട്ട് ആ പാലത്തിൻ്റെ മുകളിലൂടെ ഇറങ്ങി വണ്ടി ഫ്രണ്ട് ഭാഗം പകുതി വേണം, ഡീസൽ ടാങ്കിന് അത്രയും ഭാഗം, ഒരു പകുതി ഭാഗം ലോറിയുടെ കായലിലോട്ട് തൂങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം ആ ഡ്രൈവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ ഓവർടേക്ക് ചെയ്ത് കയറിയ വണ്ടി വളരെ സ്പീഡിലായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ അവിടെ തിരക്കില്ലാത്തൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ആ പാലത്തിൽ അപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ബാക്കി നമുക്ക് സംസാരിക്കാം. ഞാൻ ബ്രഹ്മപുരം പ്ലാന്റിലോട്ട് പോവുകയായിരുന്നു. എന്റെ പേര് സുനിൽ. വണ്ടി ഇവിടെ അടുത്തുള്ളതാണ്. ശ്രുതി, എന്തായാലും ഇപ്പോൾ ഈ സാഹസികമായി രക്ഷപ്പെട്ട ലോറി ഡ്രൈവർ നമുക്കിപ്പം ചേരുകയാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് സുനിൽ. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്നെ ഒരു ടാങ്കർ ലോറിക്കാരൻ ഓവർടേക്ക് ചെയ്ത് പോയി. അവൻ നല്ല സ്പീഡിലാണ് അതി വന്ന് അടിക്കുക, എന്റെ ഫ്രണ്ടിൽ വന്ന് അടിക്കുകയാണ് ചെയ്തത്. അടിച്ച് പോവുകയാണ് ചെയ്തത്. എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോവുകയാണ് ചെയ്തത്. ടാങ്കർ ലോറി ഓവർടേക്ക് ചെയ്തതാണ്. എന്നെ ഓവർടേക്ക് ചെയ്ത് അവന്റെ വണ്ടിയുടെ സൈഡ് വന്ന് എന്നെ അടിച്ച് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വണ്ടി ഞാൻ വെട്ടിച്ചല്ല, അവന്റെ വണ്ടി ഒന്ന് അടിച്ചെടുത്തോട്ട് പോവുകയാണ് ചെയ്തത്. ഇടിച്ച് വണ്ടിയുടെ ബാലൻസ് തെറ്റി പോവുകയാണ് ചെയ്തത്. സ്പീഡിലാണോ ആ ടാങ്കർ ലോറിക്കാരൻ? എത്ര സമയം ലോറിയിൽ ഇരുന്നു? അത് ഇല്ല, അപ്പോഴത്തേന് ആൾക്കാർ കൂടി അന്നേരം തന്നെ അവർ വന്ന് ഇറങ്ങി. അല്ലാണ്ടങ്ങ് പേടിച്ചു. പിന്നെ ഇത് കാണുമ്പോൾ പേടിക്കില്ലേ? പരിക്ക് പറ്റിയത് തലയ്ക്ക്, എന്റെ ഡോറിലെങ്ങാണ്ട് അടിച്ചതാണ് തല ഒന്ന്. ഈ അവർ വന്ന് തട്ടി അടിക്കുക, എന്റെ തല വന്ന് ഡോറിലടിക്കുകയാണ് ഇത്. അങ്ങനെയാണ് കയ്യിൽ നിന്ന് പോണത് വണ്ടി. എത്ര മണിയോട് കൂടിയത്? ഇത് 11:30-11:45 കറക്റ്റായിട്ട് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി ഫീൽഡിലെ ആദ്യത്തെ സംഭവമാണിത്. ഇത് തിരക്കുണ്ടായിരുന്നില്ല ആ സമയത്ത്? ഇല്ല, തിരക്കില്ലായിരുന്നു. അത്രയും ഓവർ തിരക്കൊന്നുമില്ല. പിന്നെ ടാങ്കറാണ് നല്ല സ്പീഡിൽ വന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് വണ്ടി വന്നപ്പോൾ അവരിങ്ങോട്ട് വെട്ടിച്ചതായിരിക്കാം, അറിയാം. കണ്ടില്ലേ, അതാണ് ആ വീഡിയോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവറുടെ പോക്കൃത്തരം കൊണ്ട് മാത്രമാണ് അയാൾ ഈ വണ്ടീനെ തട്ടി വേഗം കയറിപ്പോയത്. അവൻ ഇതിലും വലിയ അർജൻറ്റിൽ പോകുന്ന വണ്ടിയാണ്, ടാങ്കർ ലോറിയാണ്. അവൻ ടാങ്കർ ഇത് എണ്ണ നിറയ്ക്കാനോ പെട്രോൾ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. എന്നാലും ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ഇപ്പുറത്തൂടി പോണ വണ്ടി ശ്രദ്ധിക്കാതെ അവൻ എവിടെ നോക്കിയാണ് വണ്ടി വിട്ടെന്നുള്ളത് അറിയാം. ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടാണ്. അപ്പം മാധ്യമങ്ങളുമായിട്ട് റിപ്പോർട്ടർ ചാനലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും ഇവനെയൊക്കെ പിടിച്ച് എന്താ നല്ല ഇടിക്കുകയാണ് വേണ്ടി. ഇവൻ വണ്ടി നിർത്താതെ പോയി എന്ന് പറയുന്നു. അവൻ കുറേ അപ്പുറത്തുനിന്ന് നാട്ടുകാർ തടുത്ത ശേഷം ഇവൻ ഇറങ്ങി വന്നു. ശരിക്കും ഇവനെ പിടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. ഇനി എന്താണെന്നുള്ള അപ്പോൾ ആ ആൾക്കാർ അപ്പം കൂടിയ സമയത്ത് അവരെന്താ ചെയ്തെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇത് തീരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വണ്ടി നിർത്താതെ പോയി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താണ്? ഇനി ഡ്രൈവർ വന്നിട്ട് ഈ ഡ്രൈവറോട് എന്ത് പറഞ്ഞെന്നുള്ള അറിയത്തില്ല. കാരണം ഈ റോഡിൽ കൂടി പോണാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ പാലത്തിലൊക്കെ ആകുമ്പോൾ പാലത്തിനൊക്കെ ഒരു കറക്റ്റ് ഒരു വീതി മാത്രമേ ഉള്ളൂ. ആ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവൻ വേറെ ഏതെങ്കിലും വണ്ടി എതിരെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വണ്ടിയിൽ ഇടിക്കാതിരിക്കാനായിട്ട് ഇവൻ ഇടത്തെ ഭാഗത്തോട്ട് വെട്ടിച്ച സമയത്ത് ഈ ലോറിയെ തട്ടി. ഭാഗ്യം കൊണ്ട് മാത്രം ഈ ലോറി മറിഞ്ഞുമില്ല, ഡ്രൈവറും അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അയാളെ തലയ്ക്ക് പരിക്കുണ്ട് കേട്ടോ. അത് ആ വണ്ടിയുടെ സൈഡിൽ എവിടെ പോയി ഡോറിന് തട്ടിയതാണോ ഇനി വണ്ടിയുടെ ഡാഷ് ബോർഡിൽ തട്ടിയാണോ എന്നുള്ള അറിയത്തില്ല. അയാൾ പറയുന്നത് ഡോറ് വന്ന് അടിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ചെറിയ പരിക്കുകളോടെ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളായിട്ട് അവിടെ പാലത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ RTO ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൻ്റെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കളയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഒരു ലെവലില്ലാത്ത പോക്കാണ്. ഇനി വെള്ളമോ കഞ്ചാവോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് ഈ
എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു രേണുസുതിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു. സുനു എന്ന് പറയുന്ന ഒരുത്തനാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇയാളുടെ സംസാരം ഒരു ക്ലിയർ ഇല്ല, പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അതിവൻ നോക്കേണ്ട കാര്യമില്ല. ഈ പരനാറിയുടെ ചാനലിൽ ഒരു വ്യൂസ് പോലും ഇല്ല, ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ല. അപ്പോൾ ഇവൻ എന്താ ഇവൻ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഇവന് സ്വന്തമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാത്ത എന്താണ്? ഇവന് എൻ്റെ ചാനൽ കാണുമോ, എൻ്റെ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. കാണുന്ന ആളുകളുണ്ട്, അവർ കണ്ടോട്ടെ. അപ്പം അങ്ങനെ ചില നെഗറ്റീവ് കമൻറ്റുകൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഏതൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം പറയും. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റായിട്ട് ആരും വരരുതെന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ ചിലപ്പോൾ തിരിച്ച് പ്രതികരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങത്തില്ല. ചിലപ്പോൾ ഞാൻ നല്ല മായും പൂയും കൂട്ടി നല്ല കായും കൂട്ടിയിട്ട് നല്ല തെറി തന്നെ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഈ സുനു എന്ന് പറയുന്ന ഇവന് എവിടുത്തുകാരനാണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ്റെ ഈ സബ്സ്ക്രിപ്ഷൻ ചാനൽ നോക്കുമ്പോൾ സമയത്ത് ഇവൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഒരു വ്യൂസ് പോലും ഇല്ല, ഒരു വീഡിയോ പോലും ഇല്ല. വെറുതെ ഒരു ഇതാണ്. ഇതൊരു അവൻ വന്നിട്ട് കുണയ്ക്കാൻ നിൽക്കുകയാണ്, നമ്മൾ കുണയടിക്കാൻ നിൽക്കുകയാണ്. മാനമര്യാദയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ രസമുണ്ട്. മറ്റുള്ളവരെ വ്യാഖ്യാനിക്കുമ്പോഴും അവരുടെ ഈ കുറ്റം കാണുമ്പോഴൊക്കെ അവനവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവനവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകളും വീഡിയോ ഇട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ കണ്ടാൽ മതി, നിങ്ങൾ കണ്ടോളണം എന്നൊരു നിർബന്ധമില്ല. കാണുന്ന ആളുകളുണ്ട്, കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ പുറകിൽ ഇനി ആരും വരരുത്. ഈ ചാനൽ എൻ്റെ ചാനലിൽ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ടോ. മനസ്സിലായില്ലേ? ശരി എന്നാൽ ഓക്കെ.